1980 ജയനെ നായകനാക്കി ശ്രീകുമാരൻ തമ്പി ഒരുക്കിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഇടിമുഴക്കം. ഇടിമുഴക്കം എന്ന ചിത്രത്തിലെ ഏറ്റവും കൗതുകമേറിയ കാര്യം എന്തെന്നാൽ ഈ ചിത്രത്തിൽ ജയൻ മീശ പിടിച്ച് മുഴുനീള കഥാപാത്രമായ ഭീമൻകുട്ടിയെ അതിമനോഹരമായി അവതരിപ്പിച്ചു എന്നതാണ്. ഓടിവാ പാടിവാ ഓടിവാ. കേരളത്തിലെ ജന്മി കുടിയാൻ വ്യവസ്ഥിതി ഉൾക്കൊണ്ട് മലയാളത്തിലിറങ്ങിയ ആദ്യത്തെ ചിത്രമായി ഇതിനെ വിശേഷിപ്പിക്കാം. ജയൻ്റെ അഭിനയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ ഈ ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി വരച്ചു കാട്ടുന്നു. ജയനെ കൂടാതെ ശുഭ, ബാലങ്കേ നായർ, ശോഭന, സുകുമാരൻ, രതീഷ്, ജനാർദ്ദൻ, സുകുമാരി, ജഗതി ശ്രീകുമാർ, കൈലാസ് നാഥ് എന്നിങ്ങനെ വലിയൊരു നിര തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചക്കപ്പൊണ്ണന് എന്തിനു കൊള്ളാം, തെക്കേപ്പരക്കര തൂണിന് കൊള്ളാം. ഇനിയും നീ എന്നെ എങ്ങനെ വിളിച്ചാ പൊട്ടിക്കും. ചക്കപ്പൊണ്ണ ഇനി വിളിക്കോ? ചക്കപ്പൊണ്ണ ഇനി വിളിക്കോ? ചക്കപ്പൊണ്ണൻ. അന്ന് വരെ മലയാളികൾ കാണാത്ത ജയനിലെ മറ്റൊരു മുഖമാണ് ശ്രീകുമാരൻ തമ്പി നമുക്ക് സമ്മാനിച്ചത്. ആ ചിത്രത്തിൽ ഷർട്ടിടാതെയുള്ള ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഭീമനെ നമുക്ക് കാണാൻ കഴിയും. വളരെ തന്മയത്വമാർന്ന അഭിനയത്തിലൂടെ ആ കഥാപാത്രത്തിന് ജീവൻ നൽകാൻ ജയന് സാധിച്ചു. നീ കയറിപ്പോ. വളരെ അസാധാരണമായ അഭിനയമെന്ന് പ്രേക്ഷകരും നിരൂപകരും വിധിയെഴുതി. ചരിത്രത്തിൽ ജയൻ്റെ അഭിനയ മുഹൂർത്തമുള്ള ഒരു നല്ല ചിത്രമായി ഇടിമുഴക്കം മാറിയത് കൗതുകകരമായ മറ്റൊരു കാഴ്ചയാണ്. ഈ ചിത്രത്തിൽ ഇടവേളയോടനുബന്ധിച്ചാണ് ജയൻ തൻ്റെ ശരീരത്തിൽ കുപ്പായമിടുന്നത്. കഥാപാത്രത്തിൻ്റെ ആർജവത്തിനു വേണ്ടി ഇടവേള വരെയും ജയനിലെ ഭീമൻകുട്ടി എന്ന കഥാപാത്രം കുപ്പായമില്ലാതെയാണ് അഭിനയിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി, ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന ഇതിലെ ഗാനരംഗങ്ങളിലും ജയനും റോജാരമണിയും അതിമനോഹരമായി അഭിനയിച്ചു വന്നതും കൗതുകകരമായ കാഴ്ചയായിരുന്നു. ജയൻ നായകനായി മലയാള സിനിമയിൽ ഇടിമുഴക്കം തീർത്ത ഇടിമുഴക്കം എന്ന ചിത്രത്തിൻ്റെ കൗതുക വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു.